നമസ്കാരം. അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും തമ്മിൽ വിവാഹിതരായത്. ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം. അതിന് പ്രധാന കാരണമായതാവട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുമാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു. കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു. ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത്. പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം. കൂടാതെ ഇരുവരുടെയും വിവാഹ ജീവിതം അധിക നാൾ വീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 6 മാസത്തോളമായി. എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അടുത്തിടെയും വിവാഹമോചിതരായെന്നും തല്ലി പിരിഞ്ഞെന്നുമൊക്കെയുള്ള കമന്റുകളും വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് നടി ദിവ്യ ശ്രീധറും ഭർത്താവ് ക്രിസ് വേണുഗോപാലും. ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന അധിക്ഷേപ കമന്റുകൾ ടാർഗറ്റഡ് ആക്രമണമാണെന്നും ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും താരദമ്പതികൾ പ്രതികരിച്ചു. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണമുണ്ടായത്. ഇരുവരുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കല്ലുകൊണ്ടുണ്ടാക്കിയ മനസ്സൊന്നുമല്ല എനിക്ക്. ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പരിപാടികൾക്കൊക്കെ പോകുന്നത്. എന്നാൽ 3Xലൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് മോശമായിട്ടാണ് ഓൺലൈനുകാർ കാണിക്കുന്നത്. അത് നമ്മൾ അറിയുന്നത് പോലുമില്ല. ബ്ലൗസ് ഇടുന്നവരൊക്കെ അതൊക്കെ ശരിയാക്കുന്നുണ്ടാകില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ബ്ലൗസൊക്കെ വലിച്ചിട്ട് അതിന് എന്താണ് തെറ്റ്? അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് എല്ലായിടത്തും ചൊറിച്ചിലാണ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത്. കുഴിയിലേക്ക് കാല് വെക്കാനായി, എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗം എന്ന് പറയില്ലേ? അവരൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത്? പത്രമാറ്റം അഭിനയിച്ചപ്പോൾ ക്രിസിനോട് ബഹുമാനം ഉണ്ടായിരുന്നു. ഇവളെ കെട്ടിയപ്പോൾ അത് പോയി എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ദിവ്യ പറഞ്ഞു. ക്രിസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഓൺലൈനുകാർ സെലിബ്രിറ്റികളെ കാണുന്നത് അവർക്ക് ഉപയോഗിക്കാവുന്ന കളിപ്പാട്ടം പോലെയാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്താൽ പൈസ കിട്ടും. അങ്ങനെ എച്ചിൽ നക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം പൈസയ്ക്ക് വേണ്ടി അമ്മയുടെയും പെങ്ങളുടെയും വരെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നവരുണ്ട്. പിന്നെ മോശം കമന്റ് ഇടുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല കുടുംബം ഉണ്ടാകില്ല. വിമർശന കമന്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ അവർക്കൊക്കെ എന്റെ നമ്പർ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് സെക്ഷൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് ചിലർക്ക് അറിയേണ്ടത്. അത് എന്റെ ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇവനെ കൊള്ളിൽ നിന്ന് എന്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ അതിൽ ആശങ്കപ്പെടണം. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് അവനെ അങ്ങനെ ആകുന്നുണ്ടോ ഇങ്ങനെ ആകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവർക്കൊക്കെ പ്രാന്ത് എന്നല്ലാതെ എന്ത് പറയാനാണ്? എന്നെ 10 പ്രാവശ്യം മുതുകനാണ്, കിളവനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാലും ഓരോ വർഷം കഴിയുമ്പോഴേ എനിക്ക് പ്രായമാകും. എനിക്ക് 49 വയസ്സായി. ദിവ്യയ്ക്ക് 40 വയസ്സും. ഞങ്ങളുടെ പ്രായ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർക്കാണ് പ്രശ്നം. എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന് കുഞ്ഞുമോളെ ടാർഗറ്റ് ചെയ്ത് അവൾക്ക് വിഷമം ഉണ്ടാകുന്ന കമന്റ് ചെയ്യുകയാണ്. ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കുന്നതാണ്. ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് എനിക്കറിയാം. ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ സീരിയൽ ആയതുകൊണ്ടാണ് ഞങ്ങളെക്കുറിച്ച് ആളുകൾ അറിഞ്ഞത്. സീരിയൽ എന്നത് എന്റെ പാഷനായിപ്പോയി. സീരിയൽ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിന് വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ എന്റെ ഡിഗ്രിയൊക്കെ സമ്പാദിച്ചത്. ഡിഗ്രി നേടാൻ വേണ്ടി പഠിക്കരുത്. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിരിക്കണം. ഞാൻ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ പറഞ്ഞ് കുഞ്ഞുമോൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് വരുത്തുകയാണ്. കുഞ്ഞുമോളുടെ ഭാഷയെ കളിയാക്കുന്നവരോട് പറയാനുള്ളത് എനിക്ക് തിരുവനന്തപുരത്തെ തറ ഭാഷ സംസാരിക്കാൻ അറിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇന്നും പൊതുവേദികളിൽ ഇരുവരും സജീവമാണ്. ഇക്കഴിഞ്ഞ ദിവസം ക്രിസിനോടുള്ള മാധ്യമപ്രവർത്തകരുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി ഏറെ വൈറലായിരുന്നു. ആരാധകർ ഏറെയുള്ള ഏറ്റവും ബോൾഡായ സ്ത്രീയാണ് ദിവ്യ. തന്റെ മക്കളെ ഉപേക്ഷിച്ചു പോകാനാകാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ ജീവിച്ചത്. ഭർത്താവില്ല, 2 കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണ ഇല്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ എന്ന സ്ത്രീ അതിജീവിച്ചിരുന്നു. തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ചെറിയ പ്രായത്തിൽ പക്വത എത്തും മുൻപേ വിവാഹം നടക്കുന്നു. അത് നിയമപരമായി അല്ലാതെയുള്ള വിവാഹവും പിന്നാലെ മക്കൾക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീ. ദിവ്യയുടെ മകളുടെ പ്രായത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. പിന്നാലെ അമ്മയായി. താൻ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിതം സ്വപ്നം കണ്ടു ചെന്ന ദിവ്യയ്ക്ക് പക്ഷേ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയേണ്ടി വരുന്നു. പിന്നീട് കണ്ണൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം സിറ്റിയിലേക്ക് പറിച്ചു നടന്നു. തനിക്ക് ആ ജീവിതത്തിൽ നിന്നും 2 മക്കളെ അല്ലാതെ ഒന്നും നേടാൻ ആകില്ലെന്ന് മനസ്സിലാക്കി ദിവ്യ കുറെ കാലം ബ്യൂട്ടീഷ്യനായി ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസിന്റെ ജീവിതത്തിലേക്ക് എത്തിയതോടെ ദിവ്യ സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് താരത്തിന് ലഭിച്ചത്. മുൻ പങ്കാളിയുടെ ഉപദ്രവം അത്രത്തോളം അനുഭവിച്ച സ്ത്രീയാണ് ദിവ്യ എന്ന് അവരെ അടുത്തറിയുന്നവർക്ക് അറിയാം. സംശയരോഗവും ദിവ്യയോടുള്ള പക കൂടാൻ കാരണമായി. എന്നാൽ ക്രിസിന്റെ ജീവിതത്തിൽ വന്നതോടെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദിവ്യയ്ക്കും ക്രിസിനും ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകർ കുറിക്കാറുള്ളത്. അതേസമയം വിവാഹത്തെക്കുറിച്ചും ദമ്പതിമാർ എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയും വ്യക്തമായ ധാരണയോടുകൂടിയാണ് ദിവ്യയും ക്രിസും ഒരുമിച്ചത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ ജീവിതത്തെ പറ്റി താരങ്ങൾ മനസ്സ് തുറന്നത്. വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവസാനിക്കാത്ത വിമർശനങ്ങളെക്കുറിച്ചും ഇതിനിടയിൽ മക്കളെ കൂടെ വലിച്ചൊഴിക്കുന്നതും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണെന്നാണ് ദിവ്യയും ക്രിസും പറഞ്ഞത്. ഒരിക്കലും ഞാൻ ഇദ്ദേഹത്തിന് ചേരുന്ന ഭാര്യയില്ലെന്നാണ് കമന്റുകൾ കഴിഞ്ഞ ദിവസം വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്നാണ് ദിവ്യ പറഞ്ഞത്.
അത് തികച്ചും തെറ്റായ കാര്യമാണെന്ന് ക്രിസും കൂട്ടിച്ചേർത്തു. കാരണം എനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കാൻ പറ്റാതെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന കമന്റ് തൊഴിലാളി പറയുന്നത് വെച്ചിട്ട് എന്റെ ജീവിതം ജീവിക്കേണ്ട കാര്യമില്ല. സ്ത്രീകളിൽ നിന്നാണ് കൂടുതലും ഇത്തരം കമന്റുകൾ വന്നത്. അത് ഫേക്ക് ആണോ എന്നറിയില്ല. എന്നിരുന്നാലും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് സ്ത്രീകൾ തന്നെയാണെന്ന് വ്യക്തമാണ്. ഫ്രസ്ട്രേഷൻ ലെവൽ കൂടുമ്പോഴായിരിക്കും ഇത്തരം കമന്റുകളുമായി അവർ വരുന്നതെന്ന് തോന്നുന്നു. വിവരമില്ലാത്ത ആളുകൾ അവരുടെ വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഏട്ടന്റെയും മോളുടെയും പേര് ചേർത്തും കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, അതിലൊന്നും തനിക്ക് കുഴപ്പമില്ലെന്നാണ് മോള് പറഞ്ഞതെന്ന് ദിവ്യ വ്യക്തമാക്കി. ഭാര്യയായ കുഞ്ഞുമോളെ എനിക്കും അവൾക്ക് തിരിച്ച് എന്നെയും അറിയാം. അതുപോലെ മക്കൾക്കും ഞങ്ങളെ അറിയാം. ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമില്ലെന്നാണ് ക്രിസ് പറയുന്നത്. കുട്ടികളെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നത് ബന്ധുക്കളാണ്. അതല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും സന്തോഷമായിരിക്കാനാണ് കുട്ടികളും ആഗ്രഹിക്കുക. നാട്ടുകാർ എന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പ്രശ്നമുണ്ടാക്കും. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ തകർത്തിട്ടുള്ളത് നാട്ടുകാർ എന്ത് പറയുമെന്ന് ചിന്തയാണ്. ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിയത്. കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമാണ്. വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറി. ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം. ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ നാലാളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. അതിൽ ഒരു കുറ്റബോധവുമില്ല. 2 ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും പല്ല് തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതിയെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാലല്ല. എവിടെയായാലും സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് 1 രൂപ പോലും ആരോടും വാങ്ങാറില്ല. ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊരു ആശ്രയമാവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ. വലിയ എവറസ്റ്റ് കീഴടക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി, അവളെ സ്നേഹിച്ചു. നേരെ തിരിച്ച് എന്നെ അവളും സ്നേഹിക്കുന്നുണ്ട്. അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു. അതിന് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് 60ഓ 90ഓ വയസ്സുണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എനിക്ക് 49 വയസ്സായി. ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല. വീട്ടിലേക്ക് വരാൻ ഒരു കാരണം വേണം. അതാണ് ഭാര്യ ദിവ്യയെന്നും ക്രിസ് കൂട്ടിച്ചേർത്തു. പത്രമാറ്റ സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ദിവ്യയും ക്രിസും പരസ്പരം പരിചയത്തിലാവുന്നത്. ഇരുവരും നേരത്തെ വിവാഹിതരായെങ്കിലും ആ ബന്ധം വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. വീട്ടുകാരോടും മക്കളോടും ഒക്കെ വിവാഹക്കാര്യം അറിയിച്ചതോടെ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഗുരുവായൂരിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തിയത്. പക്ഷേ ഇതിന്റെ പേരിൽ താരങ്ങൾക്ക് വ്യാപകമായി സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരികയായിരുന്നു.